നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ അപേക്ഷ നൽകിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിനെ കുറിച്ച് ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇനിയും സംശയമാണ്. അപേക്ഷയുടെ മെസ്സേജുകൾ പല ആളുകൾക്കും വരുന്നുണ്ട്, എന്നാൽ കുറച്ച് ആളുകൾക്ക് വരുന്നില്ല. പല ആളുകൾക്കും കാരണം പറയാതെ റിജക്റ്റ് ആവുന്നുണ്ട്. ഇന്നിങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാമാണ് കറക്റ്റായി ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ നോക്കുന്നതിന് മുമ്പായി തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്. മാസം 2000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പെൻഷനുകളുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മസ്റ്റിൻ ചെയ്യാൻ സാധിക്കാതെ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കിപ്പോൾ മസ്റ്റിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 10-ാം തീയതി വരെയാണ് അവർക്ക് മസ്റ്റിൻ ചെയ്യാനുള്ള ഒരു അവസരമുള്ളത്. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ഈ ഒരു മസ്റ്റിൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മസ്റ്റിൻ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ മാത്രം ഇപ്പോൾ മസ്റ്റിൻ ചെയ്താൽ മതി. അല്ലാത്ത ആളുകൾ ഇപ്പോൾ മസ്റ്റിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അപേക്ഷ നൽകിയിട്ട് ഇപ്പോൾ 2-3 മാസം ആവുന്നു. പലർക്കും പല രൂപത്തിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. ചില ആളുകൾക്ക് അത് റിജക്റ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജുകൾ വരുന്നുണ്ട്. മറ്റു ചില ആളുകൾക്ക് അപ്രൂവൽ ആയെന്ന് പറഞ്ഞ മെസ്സേജുകളും വരുന്നുണ്ട്. ഇതിൽ അപ്രൂവൽ ആയ ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിജക്റ്റ് മെസ്സേജ് വരുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ചത് ആ ഓഫീസുമായി ബന്ധപ്പെടുക. അത് ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ജനസേവന കേന്ദ്രങ്ങളായിരിക്കാം. എവിടെ നിന്നാണെങ്കിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി ബന്ധപ്പെടുക. നമുക്ക് റിജക്റ്റ് മെസ്സേജ് മാത്രം വരുന്നുണ്ടെങ്കിൽ പോലും ആ സെൻറ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയതെന്ന് അവർക്ക് മാത്രമാണ് മനസ്സിലാകുക. അതിലവർ കാരണം ബോധിപ്പിക്കുന്നുണ്ടാകും. കുറച്ച് ആളുകൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മറ്റു ചില ആളുകൾക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മറ്റു ചില ആളുകൾക്ക് രേഖകൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചത് അവിടെ നമ്മൾ ബന്ധപ്പെടുക. അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു അവസരം എന്ന് പറയുന്നത്, നമ്മൾ സ്വന്തമായി ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ സ്വന്തമായി തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ അവസരമുണ്ട്. അപേക്ഷ സമർപ്പിച്ച ആളുകൾക്കെല്ലാം ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. മാസം 1000 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് അപേക്ഷകളുണ്ട്. ഏകദേശം 13 ലക്ഷത്തിൽ പരം അപേക്ഷകളാണ് ഇപ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നിട്ടുള്ളത്. ഓരോ അപേക്ഷയുടെയും തനത് സ്റ്റാറ്റസ് നോക്കി മനസ്സിലാക്കി ചെയ്യുക. ഇനി മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് മെസ്സേജ് വരാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരാം. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ അപേക്ഷ നമ്പർ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ ചിലപ്പോൾ അപ്രൂവൽ ഉണ്ട്, ചിലത് റിജക്റ്റ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.